ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് ഒരു അടുപ്പം മനസ്സിൽ ഒരു ചിന്ത തോന്നി തന്നെ 2000 പറക്കണ ഒരു ദിവസം ഉണ്ടായിരുന്നു, ന്യൂ ഇയറിന്റെ ഫസ്റ്റ് ഡേ. അന്നൊക്കെ ഞങ്ങൾ സ്കൂളിൽ 6ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ്. അന്ന് 2000 അന്നൊരു പ്രഭാഷകൻ ടി കെ മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ നാട്ടിൽ പ്രസംഗിക്കണം. അപ്പൊ വയലിങ്ങനെ പറഞ്ഞു, മരിച്ചുപോയവർക്ക് വേണ്ടി ഖബറിൽ പ്രകാശം കിട്ടാൻ, അവരുടെ ഖബർ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, സ്വതക്ക ചെയ്ത് ദുആ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ സാധാരണ ഇങ്ങനെ ആളുകളുടെ അടുത്ത് നിന്ന് സ്വതക്ക തരേണ്ടത് ഇങ്ങനെ സ്റ്റേജിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാൻ. ആ സമയത്ത് ഉമ്മാന്റെ 2 കമ്മലൂരിട്ട് എന്റെ കയ്യിൽ തന്നത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതും കൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്റെ മനസ്സിൽ വന്ന ചിന്ത എന്തെന്നറിയോ, ആകെ ഉമ്മാന്റെ കയ്യിൽ അന്നുണ്ടായിരുന്ന 2 കമ്മല് അത് ഊരി എന്റെ കയ്യിൽ തന്നിട്ട് ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത, സത്യത്തില് ഇപ്പോ ഞാനൊന്നും എന്റെ വാപ്പാനെ നേരിട്ട് കണ്ടിട്ടില്ല. അതിനു മുമ്പ് അദ്ദേഹം 27ാമത്തെ വയസ്സിൽ അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകി ലോകത്തോട് ഇവിടെ പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഉമ്മ വളർത്തിക്കൊണ്ടുവരണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മാക്ക് സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇതിങ്ങനെ ഉള്ളതും കൂടെ ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് ഖബറിൽ വെളിച്ചം കിട്ടാൻ, പിന്നെ ഖബർ വിശാലമാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന സ്വാഭാവികമായി നമ്മുടെയൊക്കെ മനസ്സിന്റെ ലോലതയെ അവിടെ ചൂഷണം ചെയ്യണം. നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഇതൊന്നും അല്ല എന്തായാലും കാരുണ്യവാനായ റബ്ബൊന്നും ഇങ്ങനത്തെ ഒരു ദീനെ പറയില്ലല്ലോ എന്ന് വന്നൊരു ചിന്തകളാണ് സ്വാഭാവികമായും നമ്മളൊക്കെ പെട്ടെന്ന് തന്നെ പഠനങ്ങളിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. ചൂഷണങ്ങൾ വലുതാണ്. പണം നിങ്ങൾ നോക്കി, ഒരു കൊറോണ കാലഘട്ടങ്ങൾ ഉണ്ടായി. കൊറോണ കാലഘട്ടങ്ങളിൽ ഇപ്പോ ഞങ്ങളൊക്കെ കച്ചവടക്കാരാണ്, ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ പുറകോട്ട് പോയൊരു സമയമായിരുന്നു കൊറോണ കാലഘട്ടം. ഒരു ടേൺ ഓവർ കിട്ടാതെ അത്രയും സ്റ്റാഫിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തലകുത്തി നിന്ന് ആലോചിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ആലോചിച്ചൊക്കെ ഓൺലൈൻ ഈ അറിവിൻ നിലാവ് തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ നടത്തിയിരുന്ന ഉസ്താദുമാരെ ഓൺലൈൻ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബെൻസ് കാറും കൊണ്ടൊക്കെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഉണ്ടോ. നിങ്ങൾ യൂട്യൂബിൽ സാധാരണ സിനിമാ നടന്മാരെ സംബന്ധിച്ച് പറയലുണ്ട്, മാസ് എൻട്രി എന്നൊക്കെ പറയലുണ്ട്, അയാൾ കടന്നു വരണേനെ എന്ന പോലെ ഈ ഉസ്താദുമാരെ സംബന്ധിച്ച് മാസ് എൻട്രി എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ഇവര് കടന്നു വരുന്ന രംഗം പുതിയ ബെൻസ് കാറിലൊക്കെ ഇങ്ങനെ വന്ന് ഇറങ്ങുന്ന ഒരു രംഗങ്ങളെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ചെറിയൊരു തൊഴിലെടുത്ത സമ്പാദ്യമായിരുന്നില്ല. നാഴികകൾക്കപ്പുറത്ത് ക്യാമറകൾക്ക് മുമ്പിൽ ഇരുന്നിട്ട് അവർക്കുള്ള വഅദ് നടത്തി, അവർക്ക് വേണ്ടി പ്രാർത്ഥന പറഞ്ഞു കൊടുത്ത്, പാട്ടുകൾ പാടി ആളുകളെ ആസ്വദിപ്പിച്ച് നിങ്ങളുടെ പ്രയാസങ്ങൾക്കുള്ള ശമനം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ക്യാമറകൾക്ക് മുമ്പിൽ ഉസ്താദ് മൈക്കിലൂടെ മന്ത്രിച്ചൂതുമ്പോ നാഴികകൾക്ക് വിനാഴികകൾക്കപ്പുറത്ത് ഒരു സ്ക്രീനിന്റെ ചുട്ടിൽ കപ്പിലെ വെള്ളം വെച്ച് ഉസ്താദിന്റെ ഊത്ത് പിടിക്കുന്ന ഉമ്മമാരുടെ ഈമാനിനെ ചൂഷണം ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കൊറോണ കാലഘട്ടം. എന്നിട്ട് ആ ഊത്തിന് പൈസ കൊടുക്കാൻ അതിന്റെ താഴെ ഗൂഗിൾ പേ നമ്പർ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അള്ളാന്റെ ദീനിൽ എവിടെങ്കിലും കച്ചവടങ്ങളെ കണ്ടിട്ടുണ്ടോ? അല്ല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹബാൻ ലിയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാതിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. 9ാമത്തെ ആയം സൂറത്ത് തൗബയുടെ 33ാമത്തെ ആയത്തിലൂടെ കാണാം, അല്ലയോ വിശ്വാസികളായ ആളുകളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹബാൻ, പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ഭൂരിപക്ഷം വരുന്ന ആളുകളും, ന്യൂനപക്ഷമെന്ന് പറഞ്ഞില്ല, കുറച്ചാളുകളെന്ന് പറഞ്ഞില്ല, നിസ്സാരമായ ആളുകളെന്ന് പറഞ്ഞില്ല, മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അവർ അന്യായമായി ജനങ്ങളുടെ ധനം ഭക്ഷിക്കുന്നവരാണ്. അള്ളാന്റെ മാർഗത്തിനെ തൊട്ട് ജനങ്ങളെ അവരെ തടഞ്ഞു വെക്കുന്നവരാണ്. ദീന് വിൽക്കും, എന്നിട്ട് ജനങ്ങളെ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് തടയുമെന്ന് ഖുർആൻ. അത് സുന്നത്തായ ഒരു ആചാരത്തിലും നമ്മൾ ഫർള് ജമാഅത്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോ അതിന്റെ പേരിൽ ഒരു പൈസ കൊടുക്കേണ്ടി വരുന്നില്ല. സുന്നത്തായ ഒരു കാര്യത്തിലും നമുക്ക് ദുആ ചെയ്യേണ്ട വിഷയങ്ങൾ, പണത്തിന്റെ ഏർപ്പാട് വരുന്നില്ല. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യാൻ 5 നയാ പൈസന്റെ ചെലവില്ല. മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ദുആ ചെയ്യണമെങ്കിലോ മിനിമം 2 കിലോ അരിയും 4 കിലോ ചിക്കനും 1000 രൂപ കൈമടക്കൂല്ലാണ്ട് സാധ്യല്ല. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാൻ 5 നയാ പൈസന്റെ ചെലവില്ല. കച്ചവടങ്ങൾ നടക്കാണ്. ഏത് ഇനോഗ്രേഷൻ, ഉദ്ഘാടനം, അൽഫാത്തിഹ വിളിക്കണോ, കച്ചവടാണ്. അൽഫാത്തിഹ എന്ന് പറഞ്ഞത് തന്നെ ഒരു കച്ചവടത്തിന്റെ ചടങ്ങാണ്. പുതുമണവാളൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ അൽഫാത്തിഹ, ഗൾഫിലേക്ക് യാത്ര തിരിക്കുമ്പോഴും അൽഫാത്തിഹ, നിക്കാഹ് നടന്നാലും അൽഫാത്തിഹ, ഏത് സൽക്കാരങ്ങൾക്കും ഏത് ചടങ്ങിനും അൽഫാത്തിഹ. അൽഫാത്തിഹ വിളിക്കുന്നിടത്തെല്ലാം ഗാന്ധിത്തല. എവിടൊക്കെ അൽഫാത്തിഹ ഉണ്ടോ അവിടൊക്കെ പൈസന്റെ ഏർപ്പാടുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ മനസ്സിലാക്കണമെന്നറിയോ, നിങ്ങൾ ഇവിടൊക്കെ ഒരു ദീന് പഠിക്കല്ലാതെ പരിഹാരമില്ല. ഇസ്ലാമിൽ പ്രാർത്ഥനയില്ലേ? മയ്യത്ത് കാണാൻ പോകലുണ്ട് നമ്മൾ, പ്രാർത്ഥന ഉണ്ടോ? പഠിക്കണം. ഇസ്ലാമിൽ മയ്യത്ത് കാണുമ്പോ പ്രാർത്ഥനയുണ്ട്.
മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ ഇതിൽ രണ്ട് കാര്യം ചേർത്ത് വെച്ച് പഠിച്ചോ. അതായത് സുന്നത്തിൽ കച്ചവടമില്ല, ബിദ്അത്തിൽ കച്ചവടമാണ്. ബിദ്അത്ത് വരുമ്പോ സുന്നത്ത് തകരാണ്. അതിന്റെ കാരണങ്ങളാണ്. നമ്മളിപ്പോ ഒരു ജനാസക്കരിയിൽ പോയ പ്രാർത്ഥനയുണ്ട്, ആളുകൾക്കറിയോ? അറിയില്ല. നമ്മൾ നാളെ മരിച്ച കബറിൽ കിടന്നാൽ ഓരോ ഉമ്മമാരും നമുക്ക് കൂലി വേണമെങ്കിൽ, ഇനിയും പ്രതിഫലം വേണമെങ്കിൽ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാത്തിന് 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങള് വീണ്ടും അവന്റെ ഖബറിലേക്ക് പുണ്യമൊഴുകും. അതിലൊന്നാമതായി പറഞ്ഞത് വലതുൻ സ്വാലിഹുൻ യദ്ഉല, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനമാണ്, പ്രാർത്ഥിപ്പിക്കുന്ന സന്താനമല്ല. മനസ്സിലാവുണ്ടോ? പ്രാർത്ഥിക്കുന്ന മക്കൾ വേണം. നമ്മൾ സാധാരണ മോൻ പോയിട്ട് ഉസ്താദെ വാപ്പ മരിച്ചു, എന്താ കാട്ടുക? ഉമ്മ മരിച്ചു, ഒന്ന് വരണം പ്രാർത്ഥിക്കാൻ. ആ മോനെ കിട്ടിയോണ്ട് വലിയ കാര്യമില്ല. നേരെ മറിച്ച് എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ഹൃദയം തൊട്ടി പ്രാർത്ഥിക്കാൻ കഴിയാവുന്ന ഒരു മകനുണ്ടായാൽ ഗുണാണ്. മയ്യത്തിന്റെ അടുത്ത് പോയാൽ നമ്മളെ പ്രാർത്ഥിക്കണം, നമുക്കറിയില്ല. അവിടെയാണ് മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ അള്ളാന്റെ മുത്ത് റസൂൽ കടന്നു വരികയാ. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ അഗ്ഫിർ ലി അബീ സലമത, അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ പ്രവാചകൻ ദുആ ചെയ്യുമ്പോ അതേ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതന്മാര് പറയുകയാ, ഒരു മയ്യത്തിന്റെ അടുക്ക് പോകുമ്പോ മയ്യത്തിന്റെ പേര് വെച്ച് ദുആ ചെയ്യാ. ഇനി പേരറിയുന്നില്ലെങ്കിൽ അല്ലാഹുമ്മ അഗ്ഫിർ ലി ഹാദൽ മയ്യിത്ത് എന്ന് പറഞ്ഞ് ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണേ. പ്രാർത്ഥന ഉണ്ട്. നമ്മളോ എക്സിബിഷൻ കാണുന്ന പോലെ മയ്യത്തേണ്ട മാറിക്കും. പിന്നെ എപ്പോഴാ പ്രാർത്ഥിക്കല്? മൊയിലേര് വന്ന് വിളിക്കണം അൽഫാത്തിഹ അല്ലേ? ദീൻ നമ്മൾ പഠിച്ചില്ല.